ഹലോ വെൽക്കം ബാക്ക് ടു സെൽഫ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, സാർ എന്തിനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്? മക്കളെ, നിങ്ങൾക്ക് തംബ്ലൈൻ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ തന്നെ സ്കൂളിനകത്ത് NCC ഉള്ള ആൾക്കാരുണ്ടാവും, JRC ഉള്ള ആൾക്കാരുണ്ടാവും അല്ലേ, അതേപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉള്ള ആൾക്കാരുണ്ടാവും, ലിറ്റിൽ ഗൈഡ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന സ്കൂളിനകത്തുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലൊക്കെ അംഗമായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഈ പറയുന്ന അക്കാഡമിക് സൈഡിലും അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ ഭാവി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, ആക്ച്വലി അതാണ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാർ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. മക്കളെ, ഇനി ആരെങ്കിലും ഇതുപോലെ തന്നെ അംഗമല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഉറപ്പാണ് കുറെ ആളുകൾ ഇതുപോലെ അംഗമല്ലാത്ത ആൾക്കാരുണ്ടാവും, അവരൊരിക്കലും പേടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് 10th കഴിഞ്ഞാലും ഈ പറയുന്ന ഇതിൽ ചിലതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് മക്കൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കട്ടോ. അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, പറഞ്ഞുതരും. സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആദ്യം മുതൽ അവസാനം വരെ കാണണം. നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ ആദ്യം എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇനി വരാനുണ്ട്. ഈ ചാനലിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരാനുണ്ട്. മക്കളെ, നമുക്ക് നോക്കിയാൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്കി, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന സ്കൂൾ ലെവൽ യൂത്ത് ഡെവലപ്മെന്റ് ആൻഡ് സർവീസ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് മക്കളെ? നമുക്ക് അറിയുന്നതാണ്. ഒന്ന് NCC ഉണ്ട്, അതേപോലെ തന്നെ SPC ഉണ്ട്, JRC ഉണ്ട്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലിറ്റിൽ ഗൈഡ്സ് ഉണ്ട്. ഇനി ഇതിനകത്തൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്കുള്ള ബെനിഫിറ്റ് മക്കളെ? ഇതിനകത്തൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് നിങ്ങൾ ഇതുപോലെ തന്നെ +1 പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇതൊരു അക്കാഡമിക് സൈഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ പറയുന്ന ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു സൈഡാണ്. ഇനി അത് മാത്രമല്ല മക്കളെ ഉള്ളത്, അത് മാത്രമല്ല, അതല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്താണ് ഇതിൽ ബെനിഫിറ്റ് ഉള്ളത്, അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതിനു മുൻപ് ഞാനൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്കറിയാം, ഇതിൽ NCC ആണ്. ഈ JC സാർ ഇതേപോലെ തന്നെ എന്തായിരുന്നു, NCC ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട JC സാർ ഓൾറെഡി NCC കേഡറ്റ് ആയിരുന്നു. ഞാൻ ഇതുപോലെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് NCC ആയിരുന്നു. ഇതുപോലെ തന്നെ B സർട്ടിഫിക്കറ്റും C സർട്ടിഫിക്കറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഇങ്ങനത്തെ ഓർഗനൈസേഷൻസിലൊക്കെ അംഗമായാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. ഇതുപോലെ തന്നെ നേതൃത്വ ഗുണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണ്ടാവാം. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല മക്കളെ, ഇതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് വലിയ തരത്തിലേക്കുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് കൂടാതെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ കോൺഫിഡൻസ്, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ടീം വർക്ക്, സോഷ്യൽ സർവീസ്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ലീഡർഷിപ്പ് ഉണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ അംഗമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് എന്ത് ചെയ്യാം, മക്കൾ മനസ്സിലാക്കി വെക്കുക. അതുണ്ടാവും. അത് ആ രീതിയിലേക്കാണ്, അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി മക്കളെ നോക്കിക്കോളൂ, നമുക്ക് നോക്കാം ഇനി ഭാവിയിൽ എന്തൊക്കെ കരിയർ ഓപ്ഷൻസുകൾ ഉണ്ട്. ഇതിലൊക്കെ അംഗമായി കഴിഞ്ഞ ആളുകൾക്ക് മുമ്പിലുള്ള കരിയർ ഓപ്ഷൻസ് എന്താണ്, അതുകൂടി നോക്കണം. നിങ്ങൾ നോക്ക്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാൻ സാധ്യതയുള്ള ജോബുകളുണ്ട്, ഒരുപാട് ജോബുകളുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത്. NCC ആണ്. ഇപ്പോൾ ഒരു NCCയിൽ ചേർന്ന ഒരു കുട്ടിക്കാണെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് മക്കളെ? ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരുപാട് ഫോഴ്സിലേക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. ഞാനിതിൽ പറയില്ലേ, ഈ പറയുന്ന ഈ NCCക്കാർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കോ, NCC ഈ പറയുന്ന ആർമി, നേവി, എയർഫോഴ്സ് ഇതിലേക്കൊക്കെ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ തന്നെ എൻട്രി ഉണ്ട്. അതായത് നിങ്ങൾക്ക് NCCക്കാർക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ആർമി, എയർഫോഴ്സ് ഇതിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ A, B, C സർട്ടിഫിക്കറ്റ്, 3 സർട്ടിഫിക്കറ്റാണ് NCCയിൽ ഉള്ളത് അല്ലേ. A സർട്ടിഫിക്കറ്റ് ഉണ്ട്, B സർട്ടിഫിക്കറ്റ് ഉണ്ട്, C സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അതിന് അത്രയും വാല്യൂ ഉണ്ട്, അതിനൊക്കെ എത്ര എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ഉണ്ട്. C സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല പഠനത്തിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ലെവലിലും നിങ്ങൾക്ക് എന്താ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ NCCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി SPC ആണ്. നിങ്ങൾക്കറിയാം, സ്റ്റുഡൻസ് പോലീസ് കാറ്റഗറി SPC. SPCയിൽ എന്തൊക്കെയുണ്ട് മക്കളെ? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലീസ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, സിവിൽ സർവീസ് ആയിക്കോട്ടെ, സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, ഇങ്ങനത്തെ പല മേഖലകൾക്കകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. മക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുപോലെ തന്നെ നമുക്കൊരു ജില്ലാ കളക്ടർ അല്ലെ, IAS വേണമെങ്കിൽ ഈ പറഞ്ഞ ജില്ലാ കളക്ടറായിട്ട് മാറുന്ന ആളുകൾ, അതേപോലെ തന്നെ നമുക്ക് IPS ഉദ്യോഗസ്ഥരായിട്ട് മാറുന്ന ആൾക്കാർ, വക്കീലന്മാരായിട്ട്, അഡ്വക്കേറ്റ് ആയിട്ട് മാറുന്ന ആൾക്കാർ, അതൊക്കെ ഇങ്ങനെയുള്ള SPCക്കാരായിട്ടൊക്കെ ആവുന്ന ആളുകൾക്ക് കൂടുതൽ സാധ്യതയാണ് അങ്ങനെയുള്ള ജോലികൾ നേടാൻ വേണ്ടി. ആ രീതിയിലേക്കാണ് അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പോരുന്നത്. ഇനി അടുത്ത നിങ്ങൾ നോക്കിയോളൂ, JRC ആണ്. JRCക്കാരനായാൽ എന്തൊക്കെ ഇതുപോലെ തന്നെ കരിയറിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കുണ്ട് മക്കളെ. നിങ്ങൾ നോക്കി, ഡോക്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നെയ്സ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ജോബുകൾ ആയിക്കോട്ടെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ ആയിക്കോട്ടെ, സോഷ്യൽ സർവീസ് ആയിക്കോട്ടെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ JRCയിൽ അംഗമായിട്ടുള്ള ആളുകളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, അങ്ങനെയുള്ള ജോലികളിലേക്കൊക്കെ എളുപ്പത്തിൽ നേടാൻ പറ്റും. കാരണം JRC ഒക്കെ അംഗമായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചില ആൾക്കാരൊക്കെ പറയും, സ്കൂളിലകത്തൊക്കെ പറയും, ഈ JRC സ്കൗട്ട്സ് ഒക്കെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അവിടെ
യൂണിഫോം ഇട്ട് വരണം, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ വളണ്ടിയേഴ്സ് ആയിട്ട് മാറണം, രാവിലെ ചിലപ്പോൾ ഒരു രാവിലെ പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ നേരത്തെ അവർ എത്തണം, ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഗേറ്റിൻ്റെ അടുത്തൊക്കെ അവർക്ക് എന്ത് ചെയ്യും ചാർജ് ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ മറ്റു പല ആൾക്കാരും എന്ത് ചെയ്യും കളിയാക്കും. പക്ഷേ മക്കളെ, നിങ്ങൾ കളിയാക്കിയോടെ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യരുത്. കാരണം ഇത്തരത്തിലേക്ക് ഓർഗനൈസേഷൻസിൽ അംഗമായ ആളുകളെ കാത്തിരിക്കുന്നത് ഇതിലൊന്നും അംഗമാകാത്ത ആളുകളെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരെക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അംഗമാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്ന് ജസ്റ്റ് നിങ്ങൾ ഇതൊരു സോഷ്യൽ സർവീസ് ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു മോശമായിട്ട് തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു സേവന മനോഭാവത്തോട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, JRC എടുത്ത ആളുകളെ സംബന്ധിച്ചോടാണെങ്കിൽ ഡോക്ടർ, നേഴ്സ്, പാരാമെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് സെക്ടറിനകത്ത് എന്ത് ചെയ്യാം ഒരുപാട് ജോബുകളൊക്കെ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ജോബുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട്. ഇനി അടുത്ത നിങ്ങൾ നോക്കിയോളൂ, ഇതുപോലെ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ടീച്ചിങ്, സോഷ്യൽ സർവീസ്, ലീഡർഷിപ്പ് റോളുകൾ, NGO ഇങ്ങനെയുള്ളതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ നേടാൻ പറ്റും. നിങ്ങൾ നോക്കി, ടീച്ചിങ് ഭയങ്കരമായ അടിപൊളിയായിട്ടുള്ള ജോബാണ് ഭാവിയില്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ഇതുപോലെ തന്നെ വലിയ വലിയ ലീഡർഷിപ്പ് റോൾസിലേക്ക് ഈ പറയുന്ന വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഹെഡായിട്ടുള്ള CEO പോസ്റ്റുകളിലേക്കൊക്കെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ലീഡർഷിപ്പുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അതൊക്കെ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് ആണ്. ഇനി അടുത്ത ലിറ്റിൽ കൈറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ലിറ്റിൽ കൈറ്റ്സിൽ അംഗമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മക്കളെ, അവരെ കാത്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പ്രോഗ്രാമർ, അതേപോലെ തന്നെ വെബ് ഡിസൈനർ തുടങ്ങി ഒരുപാട് IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ എളുപ്പത്തിൽ കാത്തിരിക്കുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് ഇത്തരത്തിലേക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ആക്ച്വലി നിങ്ങളെ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലേക്ക് ഓർഗനൈസേഷൻസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ജോബ് മാത്രമല്ല മക്കളെ, ശരിക്കും നമ്മളെ ഒരു മനുഷ്യനാക്കി മാറ്റുകയാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിലൊക്കെ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇത് കൂടാതെയും നിങ്ങൾക്ക് +1 പോകുന്ന സമയത്ത് +1 +2 തന്നെ നിങ്ങൾക്ക് മറ്റും ഓർഗനൈസേഷൻസുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ NSS ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ അംഗമാവാം. അതൊക്കെ പഠിക്കുന്ന സമയത്തും ഭാവിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, വലിയ തരത്തിലേക്ക് എന്ത് ചെയ്യും, ഗുണം ചെയ്യും എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. സോ അതുകൊണ്ട് പറയുന്നു, ഇത്തരത്തിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള ഓർഗനൈസേഷൻസിലോ അംഗമാവാം. ഇനി ആരെങ്കിലും ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ അവസരങ്ങളുണ്ട്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞു വെക്കുന്നു. സോ മക്കളെ, അതുകൊണ്ട് ഞാൻ പറയുന്നു 8ാം ക്ലാസ് എന്ന് പറയുന്നത് മനോഹരമാക്കി അടിപൊളിയാക്കി എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിക്കണം. സോ ഇതുവരെ പഠിക്കാനൊന്നും തുടങ്ങിയിട്ടുള്ള ആളുകളല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരുടെ കൂടെ? സൈലത്തിൻ്റെ കൂടെ. സൈലത്തിൻ്റെ യോദ്ധ ബാച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ്. യോദ്ധ ബാച്ചിനകത്ത് ഇപ്പോഴാണെങ്കിൽ മൺസൂർ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ഓർത്ത് വെച്ചോളൂ, മഴയാണ്. അപ്പോൾ മൺസൂൺ ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ സൈലം തരുന്നുണ്ട്. അതിനകത്ത് വെയിറ്റ് ആയിട്ടുള്ള ഓഫറാണ് മൺസൂൺ ഓഫർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10% ആണ് ഇതുപോലെ തന്നെ അതിൽ ഓഫർ തരുന്നത്. അത് കൂടാതെ നിങ്ങൾക്കറിയാം 3 പ്ലാനുകൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. ബേസിക് പ്ലാൻ ഉണ്ട്, ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, വലിയ ഡോക്ടർ, എഞ്ചിനീയർ പോലുള്ള വലിയ വലിയ മേഖലയിലേക്ക് നിങ്ങൾ എത്തണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി എങ്കിലും എടുക്കുക എന്നുള്ളതാണ്. സോ മക്കളെ, ഫുൾ ടീം, നിങ്ങൾ ഇതുപോലെ തന്നെ ഫുൾ ടീം, സൈലത്തിൻ്റെ ഫുൾ ടീം നിങ്ങളെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. യോധയിലുണ്ട്, എല്ലാ ആൾക്കാരും നിങ്ങളെ കാത്തിരിക്കുകയാണ്. സോ വെൽക്കം ടു യോധ ഫാമിലി. സോ ഓൾ ദി ബെസ്റ്റ് എവരി വൺ, ഓൾ ദി ബെസ്റ്റ്. സോ മക്കൾ എല്ലാ ആൾക്കാരും, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഫസ്റ്റ് NCC ആണോ, അതുപോലെ തന്നെ JRC ആണോ, സ്കൗട്ട്സ് ആണോ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഈ കമൻറ്റ് ബോക്സിന് താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. JC സാറാണ്. സോ ബൈ എവരി വൺ.